ഗുഡ് മോർണിംഗ്. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ജനുവരി 16 ചൊവ്വാഴ്ച, മലയാള മാസം മകരം 2. 100 ന്യൂസ് തുടങ്ങുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ കാർ പാറമടയിലേക്ക് വീണ് 3 മരണം. അപകടം മാള കുഴിക്കാട്ടുശ്ശേരിയിൽ. മരിച്ചത് കൊമ്പടിഞ്ഞാമക്കൽ സ്വദേശികൾ. സംഭവം ഇന്നലെ രാത്രി 10:30-യോടെ. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിൽ. വൈകിട്ട് 7 മണി മുതൽ മഹാരാജാസ് കോളേജിന് മുന്നിൽ റോഡ് ഷോ. 50,000-ലധികം പേർ പങ്കെടുക്കുമെന്ന് BJP നേതൃത്വം. പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനം നാളെ. രാഹുൽ മാങ്കുട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം തുടരാൻ യൂത്ത് കോൺഗ്രസ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് പ്രതിഷേധ മാർച്ച്. സെക്രട്ടേറിയറ്റിലേക്ക് നൈറ്റ് മാർച്ച് നാളെ. രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതിയിൽ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര 3-ാം ദിവസത്തിലേക്ക്. ഇന്നത്തെ പര്യടനം തുടങ്ങുന്നത് നാഗാലാൻഡിലെ കുസാമയിൽ നിന്ന്. രാഹുൽ ഗാന്ധി ഇന്ന് കൊഹിമയിൽ മാധ്യമങ്ങളെ കാണും. മണിപ്പൂർ ജനത യാത്രയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചെന്ന് കോൺഗ്രസ്. അതിശൈത്യത്തിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. ഗോവയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഇൻഡിഗോ വിമാനം മുംബൈയിലിറക്കി. ഡൽഹിയിൽ വായുമലിനീകരണ തോത് ഉയർന്നു. 2 ദിവസം കൂടി ശക്തമായ മൂടൽമഞ്ഞ് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മന്ത്രി പി രാജുവിനെതിരായ ED ആരോപണത്തിന് പിന്നാലെ ഇന്ന് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് സാധ്യത. നിയമവിരുദ്ധ വായ്പകൾക്കായി പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യപ്രതി പി സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. മഹാകവി കുമാരനാശാന്റെയും സഹയാത്രികരുടെയും ജീവനെടുത്ത റിഡീമർ ബോട്ട് ദുരന്തത്തിന് ഇന്ന് 100 വർഷം. കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട ബോട്ട് അപകടത്തിൽപ്പെട്ടത് പല്ലയനാറ്റിലെ പുത്തൻകരി വളവിൽ. കുമാരനാശാന്റെ വേർപാട് സാഹിത്യലോകത്ത് ശുഭനക്ഷത്രമായി തിളങ്ങി നിന്ന കാലത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കാൻ കോൺഗ്രസ്. ബൂത്ത് തലത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ചു. CPIM മാതൃകയിൽ വോട്ടർ പട്ടിക പരിശോധിച്ച് ഉറപ്പാക്കാൻ കമ്മിറ്റികൾക്ക് നിർദ്ദേശം. കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹി സമരത്തിന്റെ തീയതി തീരുമാനിക്കാൻ LDF യോഗം ഇന്ന്. സമരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. സമരത്തിന്റെ ഭാഗമാകാനുള്ള മുഖ്യമന്ത്രിയുടെ ക്ഷണത്തിൽ പ്രതിപക്ഷത്തിന്റെ തീരുമാനം പിന്നീട്. BJPക്ക് പിന്നാലെ തൃശൂരിൽ വനിതാ മഹാസംഘം സംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ കോൺഗ്രസും. അടുത്ത മാസം 4-ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സംഗമം ഉദ്ഘാടനം ചെയ്യും. ബൂത്ത് തല ഭാരവാഹികളായ 75,000-ലേറെ പേരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ നീക്കം. ചെങ്കടലിൽ അമേരിക്കൻ ചരക്ക് കപ്പൽ ഈഗിൾ ജിബ്രാൾട്ടറിന് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം. വടക്കൻ ഗസയിലെ തീവ്ര യുദ്ധം അവസാനിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യു ഗാലന്റ്. ടെൽ അവീവിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റി. സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 12 പേർക്ക് പരിക്ക്. കേരളത്തിലെ പ്രധാന വാർത്തകൾ. തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടിക്കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ള 5 പശുക്കളെ സർക്കാർ ഇന്ന് കൈമാറും. മന്ത്രി ജെ ചിഞ്ചുറാണി നേരിട്ടെത്തി പശുക്കളെ നൽകും. മാട്ടുപ്പെട്ടിയിലെ സർക്കാർ ഫാമിൽ നിന്നാണ് പശുക്കളെ എത്തിക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ ഒലിങ്കരയിൽ തെരുവു നായ്ക്കൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നതിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ്. കഴിഞ്ഞ 1 മാസത്തിനിടെ ചത്തത് 15 തെരുവു നായകൾ. മലപ്പുറം പൊന്നാനി കോളിലെ 1000-ഓളം ഏക്കർ പാടശേഖരത്ത് ഇലകരിച്ചിൽ രോഗം വ്യാപിക്കുന്നു. വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിൽ. കോഴിക്കോട് പന്തിരിക്കരയിൽ നിന്ന് പെരുവണ്ണാമൂഴി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള യാത്ര ദുരിതപൂർണ്ണം. റോഡിലെ ടാറിംഗ് പൂർത്തിയാകാത്തതാണ് പ്രതിസന്ധി. കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്ത് നടപ്പാക്കുന്ന മഹാത്മായനം പദ്ധതിക്ക് തുടക്കമായി. 1 വർഷം നീളുന്ന പരിപാടി ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബൈപ്പാസ് റോഡിൽ ശേഖരിപുരം പെട്രോൾ പമ്പിന് സമീപം കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളിയെന്ന് പരാതി. 100 മീറ്ററോളം ഭാഗത്താണ് മണ്ണ് ഉൾപ്പെടെയുള്ള കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ തള്ളിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ ആഭ്യന്തര സർവീസുകൾ. കണ്ണൂർ, മൈസൂരു, തിരുച്ചിറപ്പള്ളി, തിരുപ്പതി എന്നിവിടങ്ങളിലേക്കാണ് ഈ മാസം അവസാനത്തോടെ പുതിയ സർവീസുകൾ ആരംഭിക്കുക. മൂവാറ്റുപുഴ പെരിയാർ വാലി കനാലിന്റെ അക്വഡക്ട് നിറഞ്ഞു കവിഞ്ഞു. പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ. പാലക്കാട് കാളികടവ് പാലം യാഥാർത്ഥ്യമാകുന്നു. നവകേരള സദസ്സിൽ പാലം
കർമ്മസമിതി സമർപ്പിച്ച നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇടുക്കി കഞ്ഞിക്കുഴി പഴേരിക്കണ്ടത്ത് സ്വകാര്യ വ്യക്തി സർക്കാർ ഭൂമിയിൽ നിന്ന് പാറ പൊട്ടിച്ച് വിൽപ്പന നടത്തുന്നതായി പരാതി. പാറ കടത്തുന്നതിനായി അനധികൃതമായി പാലം നിർമ്മിച്ചതായും നാട്ടുകാർ. കാടുകയറി നശിച്ച് ഇടുക്കി മുട്ടം പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ട് നവീകരിക്കണമെന്ന ആവശ്യം ശക്തം. തിരുവനന്തപുരം കൂവക്കുടി പാലം ഉൾപ്പെടുന്ന പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് വ്യാപകമെന്ന പരാതി. അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി വേണമെന്ന് നാട്ടുകാർ. കാരൽ ഗാന്ധി രംഗത്ത് പ്രശസ്തരായ കൊച്ചി AR ബാൻഡ് പുറത്തിറക്കിയ പുതിയ ഗാനോപഹാരം വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രകാശനം ചെയ്തു. എപ്പിഫാനി എന്ന പേരിലുള്ള ഗാനോപഹാരത്തിന്റെ സംഗീതം ഫ്രാൻസിസ് ബാബുവാണ്. രചന കിരൺ റാഫേൽ. അദാലത്തിലൂടെ ഭൂമി തരംമാറ്റി നൽകാനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് റവന്യൂ വകുപ്പ്. സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് പനമരത്ത് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 25 സെന്റിൽ താഴെയുള്ളവർക്കാണ് ഭൂമി തരംമാറ്റി നൽകുന്നത്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗവും പാലിയേറ്റീവ് ദിന സഹായ വിതരണവും നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് തൂണേരി കുടുംബാരോഗ്യ കേന്ദ്രം ഇന്ന് നാടിന് സമർപ്പിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. വാഴയൂർ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഫുഡ് ടെക്നോളജി വിഭാഗവും കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എൻവയോൺമെന്റും സംയുക്തമായി ഫുഡ് ബൈ പ്രോഡക്റ്റ് വാലറ്റൈസേഷൻ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ സതീഷ് IK ഉദ്ഘാടനം ചെയ്തു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. CRPFലേക്ക് കായിക താരങ്ങളുടെ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 15. 10ാം ക്ലാസ്സാണ് യോഗ്യത. പ്രായപരിധി 18 മുതൽ 23 വയസ്സ് വരെ. നാഷണൽ തേർമൽ പവർ കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് മാനേജറുടെ ഒഴിവ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 18. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ 214 പരിശീലകരുടെ ഒഴിവ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. തിരുവനന്തപുരം അരുവിക്കര പഞ്ചായത്ത് തൊഴിലുറപ്പ് വിഭാഗത്തിൽ എഞ്ചിനീയറുടെ ഒഴിവ്. നാളെ വൈകിട്ട് 4 മണിക്ക് മുൻപ് അപേക്ഷ നൽകണം. തിരുവനന്തപുരം ചാല ഗവൺമെന്റ് തമിഴ് HSSൽ എക്കണോമിക്സിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ. സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 100 ന്യൂസിലേക്ക് തിരികെ. ഇനി ദേശീയ വാർത്തകൾ. ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ തീപിടുത്തം. ശുദ്ധജല തടാകമായ ബാബ ഡാമിന് സമീപത്തുള്ള പുൽമേട്ടിലാണ് തീപിടിച്ചത്. ഡൽഹിയിൽ മൂടൽമഞ്ഞിനെ തുടർന്ന് വിമാനങ്ങൾ വൈകുന്ന പശ്ചാത്തലത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി DGCA. വിമാന കമ്പനികൾക്കായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പുറപ്പെടുവിച്ചു. തത്സമയ അപ്ഡേറ്റുകൾ നൽകാൻ എയർലൈനുകൾക്ക് നിർദ്ദേശം. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിയാവാൻ നരേന്ദ്രമോദിക്ക് കഴിയുമെന്ന് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധൻ ഫരീദ് സക്കറിയ. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമെന്നും ഫരീദ് സക്കറിയ. 150ാം വാർഷികം ആഘോഷിച്ച് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. കാലാവസ്ഥാ ബ്യൂറോയുടെ ഇൻസ്ട്രുമെന്റേഷൻ ശൃംഖല വർദ്ധിപ്പിക്കാൻ പദ്ധതി. കൂടുതൽ ഡോപ്ലർ റഡാറുകൾ ഉൾപ്പെടുത്തിയേക്കും. ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ G. രുദ്രരാജു രാജിവെച്ചു. പകരം Y. ശർമിളയെ നിയമിച്ചേക്കുമെന്ന് അഭ്യൂഹം. കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. ഇറാനിയൻ സഹമന്ത്രി ഹുസൈൻ അമിറാഹ് അബ്ദുല്ലാഹിനുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ചബഹാർ തുറമുഖം, വടക്കൻ തെക്ക് കണക്ടിവിറ്റി പദ്ധതി എന്നിവ ചർച്ചയായി. ടെഹ്റാനിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കണമെന്ന ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കാൻ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടതായി കോൺഗ്രസ്. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയോടാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 റഷ്യയുടെ ബ്രിക്സ് പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു.
9 വർഷത്തിനിടെ ഇന്ത്യയിൽ 24.8 കോടിയിലധികം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയതായി നീതി ആയോഗ് റിപ്പോർട്ട്. പ്രധാനമായി മാറ്റം കാണപ്പെട്ടത് ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ. രാജ്യാന്തര വാർത്തകൾ. 2 റഷ്യൻ സൈനിക കമാൻഡ് എയർക്രാഫ്റ്റുകൾ തകർത്തതായി യുക്രൈൻ വ്യോമസേന. അസോവ് കടലിന് മുകളിലൂടെ പറക്കുന്നതിനിടെയാണ് യുക്രൈന്റെ ആക്രമണം. പാകിസ്ഥാനിൽ വിലക്കയറ്റം അതിരൂക്ഷമായി തുടരുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് ജനങ്ങൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിൽ സുരക്ഷയ്ക്ക് വെല്ലുവിളിയെന്ന് IMF മേധാവി ക്രിസ്റ്റലീന ജോർജീവ. ഭാവിയിൽ തൊഴിലിന് ഭീഷണി സൃഷ്ടിക്കുമെങ്കിലും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ആഗോള വളർച്ചയെ ത്വരിതപ്പെടുത്താനും AI സഹായിക്കുമെന്നും ക്രിസ്റ്റലീന ജോർജീവ. ഗസയിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ പിൻവലിക്കാൻ തുടങ്ങി ഇസ്രയേൽ. 36 ഡിവിഷൻ വടക്കൻ ഗസയിൽ നിന്ന് പിന്മാറുമെന്ന് റിപ്പോർട്ടുകൾ. സമുദ്രാതിർത്തി ഭേദിച്ചുവെന്നാരോപിച്ച് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് ശ്രീലങ്ക. 10 പേരാണ് അറസ്റ്റിലായത്. അതിർത്തിക്ക് സമീപം 6 ചൈനീസ് സൈനിക വിമാനങ്ങളും 4 നാവിക കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ ഭരണകൂടം. ചൈനയുടെ നീക്കം പ്രകോപനമുണ്ടാക്കാനെന്നും തായ്വാൻ. ഇക്വഡോറിൽ ജയിലിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ച് സുരക്ഷാ സേന. ജയിലുകൾക്കുള്ളിൽ ബന്ദികളാക്കിയ 200-ലധികം ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചു. തടവുകാർ നടത്തിയ കലാപത്തിൽ 19 പേരാണ് കൊല്ലപ്പെട്ടത്. രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയെന്ന് ചൈനീസ് ആരോഗ്യ മന്ത്രാലയം. പുതുവത്സരാഘോഷങ്ങളിലുണ്ടായ കൂടിച്ചേരലുകൾ രോഗവ്യാപനത്തിന് കാരണമായേക്കുമെന്നും മുന്നറിയിപ്പ്. 99 അഫ്ഗാൻ അഭയാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് തുർക്കി പോലീസ്. തുർക്കിയിലെ എർസിംഗാൻ നഗരത്തിലാണ് അഭയാർത്ഥികളെ തടഞ്ഞുവെച്ചത്. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഇന്ത്യ ഇൻ ബഹ്റൈൻ ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതിയ പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. അലാസ്ക എയർലൈൻ അപകടത്തിനു പിന്നാലെ പരിശോധന വർദ്ധിപ്പിക്കാൻ ബോയിംഗ് 737 MAX 9 വിമാനത്തിന്റെ ഗുണനിലവാര പരിശോധന വർദ്ധിപ്പിക്കും. ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. സ്റ്റേറ്റ് പ്രോസിക്യൂട്ടറെ പിരിച്ചുവിട്ടതിനെ ചൊല്ലി പോളണ്ട് പ്രസിഡന്റും സർക്കാരും തമ്മിൽ ഭിന്നത. സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ ജാരിയസ് ബാക്സ്കിയെ അന്യായമായി പിരിച്ചുവിട്ടെന്നാണ് ആരോപണം. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന ഖത്തറിൽ സന്ദർശകരെ ആകർഷിക്കാൻ ഒരുക്കിയ പരിപാടികളും ശ്രദ്ധേയമാകുന്നു. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പവലിയനുകളിൽ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പരിപാടികളാണ് ദിവസവും നടക്കുന്നത്. നിക്ഷേപ ലൈസൻസ് ഇല്ലാതെ സൗദിയിൽ ബിസിനസ് പാർട്ട്ണർ ആകുന്നത് നിയമവിരുദ്ധം. ഇത്തരം കുറ്റകൃത്യങ്ങൾ ബെനാമി ഇടപാടിന്റെ പരിധിയിൽപ്പെടും. കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. കുവൈറ്റിലെ സാൽമി മരുഭൂമിയിൽ വെച്ച് ഈജിപ്ഷ്യൻ പ്രവാസിയെ ആക്രമിച്ച 3 പേരെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി. പ്രവാസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നീക്കം. സൗദിയിലെ ഖിദിയ നഗരത്തിൽ പുതിയ സ്റ്റേഡിയം ഒരുങ്ങുന്നു. സ്റ്റേഡിയം നിർമ്മിക്കുന്നത് AI സാങ്കേതിക വിദ്യകളടക്കം ഉപയോഗിച്ച് ലോകോത്തര മാതൃകയിൽ. ഇസ്രായേൽ ആക്രമണം 100 ദിനം പിന്നിട്ടതിന് പിന്നാലെ പലസ്തീനുള്ള പിന്തുണ ആവർത്തിച്ച് ഖത്തർ അമീർ. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അപലപിച്ചു. ഗസയുടെ അവകാശങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുമെന്നും ഖത്തർ അമീർ. ബിസിനസ് ന്യൂസ്. ഡിസംബറിലെ വ്യാപാര കമ്മി 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ $19.5 ബില്യൺ ചരക്കിറക്കുമതിയിൽ 8.45% വർധന. ഇന്ത്യയുടെ മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ നിരക്ക് 9 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. പ്രധാനമായും ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ വർധനയാണ് കാരണം. ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ കയറ്റുമതി ചെലവ് ഇരട്ടിയിലധികമായി. ഈ ആഴ്ച അവസാനത്തോടെ ചരക്ക് ചെലവ് ഇനിയും ഉയർത്തുമെന്ന് ഷിപ്പിംഗ് കമ്പനികൾ. പൈനാപ്പിൾ കർഷകർക്ക് ആശ്വാസം. 1 പതിറ്റാണ്ടിനിടെ റെക്കോർഡ് വില. പൈനാപ്പിൾ വില ഇക്കുറി ജൂൺ വരെയെങ്കിലും ഉയർന്നു നിൽക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, മികച്ച സ്റ്റാർട്ടപ്പ് സംസ്കാരം വളർത്തിയെടുക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആഘോഷിക്കുന്നത്. സ്പോർട്സ് ന്യൂസ്.
സൂപ്പർ കപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. 2-3 ഗോളിന് ജംഷഡ്പൂർ എഫ്സിയോട് തോറ്റു. തോൽവിയോടെ ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ബിയിൽ നിന്ന് പുറത്തായി. കുശ്ബഹാർ ട്രോഫിയിൽ ചരിത്രം കുറിച്ച് കർണാടകയുടെ കൗമാര ക്രിക്കറ്റ് താരം പ്രഖർ ചതുർവേദി. കുശ്ബഹാർ ട്രോഫിയിൽ 400 റൺസിന് മുകളിൽ നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരമായി പ്രഖർ ചതുർവേദി. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ ജപ്പാൻ താരം നവോമി ഒസാക്ക പുറത്ത്. ഫ്രഞ്ച് താരം കരോലിൻ ഗാർഷിയോടാണ് പരാജയപ്പെട്ടത്. ഗ്രാൻഡ് സ്ലാമിലേക്കുള്ള തിരിച്ചുവരവ് മത്സരത്തിലാണ് താരം പുറത്തായത്. ഇന്ത്യൻ ജനതയ്ക്ക് ക്രിക്കറ്റിനോടുള്ള ആവേശം താൻ ആസ്വദിക്കുകയാണെന്ന് ദക്ഷിണാഫ്രിക്കൻ സൂപ്പർ താരം ഡേവിഡ് മില്ലർ. ഇന്ത്യയിലെ തന്റെ ആരാധകരോട് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും താരം. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഇയിലെ മത്സരത്തിൽ കൊറിയയ്ക്ക് തകർപ്പൻ ജയം. ബഹ്റൈനെ 1-3 ഗോളിന് തോൽപ്പിച്ചു. PSG താരം ലീ കാങ് ഇൻ ഇരട്ട ഗോൾ നേടി. വീണ്ടും 100 ന്യൂസിലേക്ക് ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ നോക്കാം. AR കാസിം സംവിധാനം ചെയ്യുന്ന ചിത്രം അർജുൻ ബോധി ദി ആൽക്കമിസ്റ്റിന്റെ ചിത്രീകരണം തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ തുടങ്ങി. കൈലാഷാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. മഹാകവി കുമാരനാശാന്റെ ജീവിതകഥയായ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഇന്ന് തിയേറ്ററിലെത്തും. KP കുമാരനാണ് സംവിധാനം. ഫാർസൈറ്റ് മീഡിയയുടെ ബാനറിലാണ് നിർമ്മാണം. തിയേറ്റർ റിലീസിന് മുൻപേ OTT റിലീസ് പ്രഖ്യാപിച്ച് അല്ലു അർജുൻ ചിത്രം പുഷ്പ 2. തിയേറ്റർ റിലീസിന് 7 മാസം മുൻപാണ് പ്രഖ്യാപനം. രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന വിക്രം ചിത്രം തങ്കലാൻ തിയേറ്ററുകളിലേക്ക്. ചിത്രം ഏപ്രിൽ മാസം റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ. പാർവതി തിരുവോത്തും മാളവിക മോഹനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഹണി റോസും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. തേരി മേരി എന്നാണ് ചിത്രത്തിന്റെ പേര്. മാർച്ചിൽ ചിത്രീകരണം തുടങ്ങും. ചിരഞ്ജീവി നായകനായെത്തുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്ത്. UV ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന് വിശ്വംഭര എന്നാണ് പേരിട്ടിരിക്കുന്നത്. 2025 ചിത്രത്തിന്റെ റിലീസ്. ശ്രീനാഥ് ഭാസി, അനൂപ് മെനൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തുന്ന ചിത്രം LLBയുടെ റിലീസ് നീട്ടി. ഫെബ്രുവരി 2 പുതിയ റിലീസ് തീയതി. AM സിദ്ദിഖാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും. വൈറൽ ട്രെൻഡ്സ്. വേദിക്ക് പുറത്തിരുന്നും ഡാൻസ് ചെയ്യാം. കാണികൾക്കിടയിൽ ഇരുന്നുള്ള കുട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഒരു കുഞ്ഞിന്റെ ഗാനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത്. യാത്ര ആസ്വദിച്ചുകൊണ്ടാണ് ഈ കൊച്ചു മിടുക്കി പാട്ടുപാടുന്നത്. ഫാക്ട് ചെക്ക്. തായ്വാൻ കടലിടുക്കിൽ ഉത്തര കൊറിയ US എണ്ണ ടാങ്കറുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. ചൈനീസ് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ വീഡിയോ ആണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. കനത്ത മൂടൽമഞ്ഞിൽ വലഞ്ഞ് ഡൽഹി. 30ഓളം വിമാനങ്ങൾ വൈകുന്നു. 17 വിമാനങ്ങൾ റദ്ദാക്കി. ഇറാഖിലെ എർബിൻ US കോൺസുലേറ്റിന് സമീപം സ്ഫോടനം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റെടുത്തതായി റിപ്പോർട്ട്. സ്ഫോടനത്തിൽ 4 പേർ മരിച്ചു. ഭുവനേശ്വറിൽ ATM കവർച്ച. 5 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് 6,13,000 രൂപ കണ്ടെത്തി. പഞ്ചാബിലെ ജലന്ധറിൽ കാർ ട്രക്കിലിടിച്ച് അപകടം. അപകടത്തിൽ 3 പേർ മരിച്ചു. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. പുതിയ ഹ്യൂമനോയിഡ് റോബോട്ട് അവതരിപ്പിച്ച ഇലോൺ മസ്ക്. ഒപ്റ്റിമസ് എന്ന റോബോട്ടിന് ഷട്ടറുകൾ മടക്കി വയ്ക്കാനാകും. ടെസ്ലയ്ക്ക് അഭിനന്ദന പ്രവാഹം.